നീണ്ട 11 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിനൊരു മുഖ്യമന്ത്രിയെ ലഭിച്ചിരിക്കുന്നു. ശ്രീ വി.ഡി. സതീശൻ കേരളത്തിൻ്റെ 24ാമത് മുഖ്യമന്ത്രിയാകാൻ പോവുകയാണ്. അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡിനും ഒരു ബിഗ് സല്യൂട്ട്. ഹൈക്കമാൻഡിനെ പ്രീണിപ്പിക്കുന്നവരെ പിന്തുണയ്ക്കുന്ന പതിവ് ശൈലി വിട്ട് ജനവികാരം മാനിക്കാൻ രാഹുൽ ഗാന്ധിയും ഖാർഗെയും കോൺഗ്രസും തയ്യാറായത് ജനാധിപത്യത്തിൻ്റെ വലിയൊരു വിജയമാണ്. കോൺഗ്രസിൻ്റെ ശാപം കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ്. വാസ്തവത്തിൽ ഇവിടെ കോൺഗ്രസ് നിലനിൽക്കണമെന്ന് ജനം ആഗ്രഹിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ മഹത്തായ ചരിത്രവും പാരമ്പര്യവും മറന്ന് സ്വാർത്ഥതയും സങ്കുചിത താല്പര്യവും വെച്ചു പുലർത്തുന്ന കേവലം ഗ്രൂപ്പ് ലീഡർമാരായി ഇവർ അധപ്പതിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇലക്ഷന് ശേഷം നാം കണ്ടത്. രമേശ് ചെന്നിത്തലയുടെ അവകാശവാദം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ മുഖ്യമന്ത്രി കസേരയ്ക്കായി കെ.സി. കടിപിടി കൂടിയത് കോൺഗ്രസിനെയും ഹൈക്കമാൻഡിനെയും വാസ്തവത്തിൽ നാണം കെടുത്തി. കോൺഗ്രസിൽ ജയിച്ചു വന്ന എം.എൽ.എമാരിൽ 1 ഡസൻ പേരെങ്കിലും മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളവർ ഉണ്ടെന്നിരിക്കെ എം.പിമാർ ആരും തന്നെ എം.എൽ.എമാരാകാൻ മത്സരിക്കേണ്ടതില്ല എന്ന മുൻ തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് ഹൈക്കമാൻഡിൻ്റെ ഹൈ പവറിൽ മുകളിൽ നിന്നും കെ.സിയെ നൂലിൽ കെട്ടിയിറക്കിയാൽ ആ നൂല് കേരളത്തിലെ ജനം പൊട്ടിച്ചെറിയും എന്ന തിരിച്ചറിവ് വൈകിയാണെങ്കിലും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് നേതൃത്വത്തിനും ഉണ്ടായി എന്നത് ശുഭസൂചകമാണ്. കഴിഞ്ഞ 5 വർഷം ടീം യു.ഡി.എഫിനെ ഒറ്റക്കെട്ടായി ഒരു കുടക്കീഴിൽ അണിനിരത്തി പടനയിച്ച വി.ഡി. സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രിയാകേണ്ടത് എന്ന ജനത്തിൻ്റെ ആഗ്രഹത്തെ മറികടന്ന് കെ.സിയെ കെട്ടിയിറക്കിയാൽ ആസന്നമാകാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും ചുട്ട മറുപടി കൊടുക്കാൻ ജനം തയ്യാറെടുത്തിരുന്നു. പടനയിച്ചവൻ നാടു നയിക്കാൻ ഉണ്ടാകില്ല എന്ന തിരിച്ചറിവിൽ ഉണർന്നുയർന്ന കേരളത്തിലെ ജനവികാരം മറികടക്കാൻ എം.എൽ.എമാരുടെയോ നേതാക്കന്മാരുടെയോ സംഘബലത്തിനാകുമായിരുന്നില്ല. നീതിക്ക് വേണ്ടി നിലകൊണ്ട് ഇവിടുത്തെ ജനമനസ്സുകളെ സത്യസന്ധമായി രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് പ്രസിഡന്റിൻ്റെയും മുൻപിൽ ധീരമായി അവതരിപ്പിച്ച ശ്രീ വി.എം. സുധീരനും ഒരു ബിഗ് സല്യൂട്ട്. കേരളത്തിൽ നിന്നും ഡൽഹിക്ക് വിളിപ്പിച്ച കോൺഗ്രസ് നേതാക്കന്മാരിൽ മഹാഭൂരിപക്ഷവും സങ്കുചിത താൽപ്പര്യങ്ങൾക്ക് വേണ്ടി കെ.സിയെ പിന്തുണച്ചപ്പോൾ ആദർശത്തിൻ്റെ ആൾരൂപമായ ശ്രീ വി.എം. സുധീരനാണ് സത്യത്തിനും നീതിക്കും ജനങ്ങൾക്കും വേണ്ടി നിലകൊണ്ടത്. ബാക്കി നേതാക്കന്മാരുമായുള്ള അഭിമുഖം 5 മിനിറ്റിൽ രാഹുൽ ഗാന്ധി അവസാനിപ്പിച്ചപ്പോൾ ശ്രീ വി.എം. സുധീരനുമായി ഏതാണ്ട് 1 മണിക്കൂർ സമയം ചർച്ച നടത്തിയത് ആദർശധീരനും നിലപാടുകളുടെ രാജകുമാരനുമായ സുധീരനുള്ള അംഗീകാരമാണ്. ഒരു ബൈബിൾ വചനം ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 28-ാം വാക്യം. അവരുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ സംസാരിച്ചത്. യഹൂദമതത്തിൽ യാതൊരുവിധ അധികാരവും ഇല്ലാതിരുന്ന യേശുവിനെക്കുറിച്ച് യഹൂദർ പറഞ്ഞതാണിത്. തങ്ങളുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ സംസാരിച്ചത്. കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ യാതൊരു അധികാരവും ഇല്ലാതിരുന്നിട്ടും സുധീരൻ്റെ വാക്കുകൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധി കാതോർത്തു. ധാർമ്മിക ബലത്തോടെ സംസാരിക്കുന്നവൻ്റെ ശബ്ദത്തിന് അധികാരികളെ ഉണർത്താൻ കഴിയും എന്നുറപ്പാണ്. ശ്രീ എ.കെ. ആൻ്റണിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ. മുരളീധരനും അവരുടെ നിലപാടുകളും വി.ഡിയെ തുണച്ചു എന്നത് സത്യമാണ്. ശ്രീ സുധീരൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ഇവിടെ വളരെ പ്രസക്തമാണ്. കേരളത്തിലെ മിക്കവാറും എല്ലാ സാമുദായിക നേതാക്കന്മാരും വി.ഡി. സതീശനെതിരായിരുന്നു. അനാവശ്യമായി സാമുദായിക നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല എന്നതാകാം കാരണം. ഇസ്ലാമോഫോബിയ പകർച്ചവ്യാധി പോലെ പകരുന്ന ഈ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ആരോപിച്ച് സതീശിനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമവും ഉണ്ടായി. മുസ്ലിം ലീഗ് മാത്രമല്ല, മറ്റു പല ഘടകകക്ഷികളും സത്യം തിരിച്ചറിഞ്ഞ് സതീശിനെ പിന്തുണച്ചു. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ച് സങ്കുചിത താൽപ്പര്യത്തിനപ്പുറം ഒരു സെക്കുലർ സമീപനം സ്വീകരിക്കാൻ മുസ്ലിം ലീഗും തയ്യാറായി എന്നത് കാണാതിരുന്നുകൂടാ. സങ്കുചിത സാമുദായിക താൽപ്പര്യങ്ങൾ മറികടക്കാൻ കഴിവുള്ള ഒരു മതേതര മനസ്സുള്ള മുഖ്യമന്ത്രിയെ കേരളത്തിന് ഇന്ന് ആവശ്യമുണ്ട്. അതിനോട് പോസിറ്റീവായി പ്രതികരിക്കാൻ സതീശനും ടീം യു.ഡി.എഫിനും കഴിയട്ടെ. അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിച്ച് ഒറ്റക്കെട്ടായി അഴിമതിമുക്തമായ ഒരു സൽഭരണം കാഴ്ചവെക്കാൻ പുതിയ മന്ത്രിസഭയ്ക്ക് കഴിയണം. നേതൃത്വത്തിന് ലാളിത്യത്തിൻ്റെ ശൈലി ഉണ്ടാകണം. വാസ്തവത്തിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ഭരണവിരുദ്ധ വികാരമല്ല, മറിച്ച് ഒരു പിണറായി വിരുദ്ധ വികാരമാണ് ഇവിടെ ആഞ്ഞടിച്ചത്. ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിക്കുണ്ടാകേണ്ട ശൈലിക്ക് പകരം ഒരു തീവ്ര വലതുപക്ഷ ശൈലിയാണ് അദ്ദേഹം പലപ്പോഴും അവലംബിച്ചത്. അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ ഘോരഘോരം പ്രസംഗിച്ചു നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി തന്നെ സ്വയം ചികിത്സയ്ക്കായി കുടുംബസമേതം
അമേരിക്കയിലേക്ക് പലവട്ടം യാത്ര നടത്തിയത് യഥാർത്ഥ ഇടതുപക്ഷ ചിന്താഗതിക്കാരെ തെല്ലൊന്നുമല്ല അമ്പരപ്പിച്ചത്. വാസ്തവത്തിൽ ശ്രീ പിണറായി വിജയൻ ഒരു വലതുപക്ഷ മുഖ്യമന്ത്രിയും ശ്രീ വി ഡി സതീശൻ ഒരു ഇടതുപക്ഷ പ്രതിപക്ഷവുമായിട്ടാണ് യഥാർത്ഥ ഇടതുപക്ഷ ചിന്താഗതിക്കാർ മനസ്സിലാക്കിയത്. ഇടതുപക്ഷം അതിൻ്റെ നിലപാടുകളും ആദർശങ്ങളും ലാളിത്യവും എല്ലാം മറന്നപ്പോൾ മറുവശത്ത് ശ്രീ സതീശൻ കോൺഗ്രസ്സിലെ നെഹ്റുവിയൻ ഇടതുപക്ഷക്കാരനായി വളരുകയായിരുന്നു. ഇടതുപക്ഷം ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇടതുപക്ഷ ജനം ഒരു തിരുത്തലിനു തയ്യാറായതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ചിന്താശക്തി അടിമപ്പെടുത്തിയിട്ടില്ലാത്ത യഥാർത്ഥ ഇടതുപക്ഷ ചിന്താഗതിക്കാർ ഇക്കുറി UDFനെ പിന്തുണച്ചത് ഇതുകൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മതനേതാക്കളും ഭരണ നേതൃത്വവുമായി നടത്തിയ അവിശുദ്ധ കൂട്ടുകെട്ടിൽ പല നീതി നിഷേധങ്ങളുമുണ്ടായി. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനത്ത് നീതിക്ക് വേണ്ടി സത്യാഗ്രഹമിരുന്ന 21 വൈദികരെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ACP ജയകുമാറിൻ്റെ നേതൃത്വത്തിൽ വലിച്ചിഴച്ച് പുറത്തെറിഞ്ഞ് പോലീസ് നടത്തിയ നരനായാട്ട് ഇടതുപക്ഷ വിശ്വാസികളെ പോലും ഞെട്ടിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഹൈടെക് ബസ്സിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നവകേരള സദസ് എന്ന പേരിൽ നടത്തിയ ആഭാസത്തിനും ആർഭാടത്തിനും ചെലവിട്ട പണമുണ്ടായിരുന്നെങ്കിൽ പാവം ആശാവർക്കർമാർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കാമായിരുന്നു. തൊഴിലാളി വർഗ പാർട്ടി തൊഴിലാളി വിരുദ്ധമായി മാറി അവരെ അവഹേളിച്ചതുൾപ്പെടെ പിണറായി ശൈലിയെ മാറ്റിക്കുറിക്കാൻ യഥാർത്ഥ ഇടതുപക്ഷക്കാർ ശ്രമിച്ചതിൻ്റെ ഫലമാണ് UDFിനുണ്ടായ ഈ മിന്നും വിജയം. ഈ വിജയത്തിൽ അഹങ്കരിക്കാതെ ജനപക്ഷത്തു നിന്ന് ഭരണം നടത്താൻ ജനനായകനായ വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ ടീമിനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മതമൗലികവാദികളുടെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് മനുഷ്യോന്മുഖമായി പ്രവർത്തിക്കാൻ പരിശ്രമിക്കണം. കാലം കരുതി വെച്ച കണക്കുതീർക്കലുകൾക്ക് വഴിയൊരുക്കാൻ ഒരിക്കൽ കൂടി കോൺഗ്രസ്സിന് ഇടവരാതിരിക്കട്ടെ. ജാഗ്രതയോടെ മുന്നേറുക, ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് തുണരുക. നന്മയുടെ നാളെകൾക്കായി നമുക്കൊന്നിക്കാം. എല്ലാവിധ ആശംസകളും നിയുക്ത മുഖ്യമന്ത്രിക്കും ടീം UDFനും നേരുന്നു. നന്ദി.